ഞാൻ കോടതിയിൽ സബ്മിറ്റ് മേ ബി ഇൻ്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് വധഭീഷണി വന്നേക്കാം. മേ ബി അത് സംഭവിച്ചേക്കാം. ഭാവനയെ സംബന്ധിച്ച് അവളുടെ ഒരു വെഡ്ഡിങ് വന്നപ്പം ആദ്യം അവൾ തന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രഞ്ജു രഞ്ജൻമാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്രാൻസ് വുമൺ ആണ്, ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഒരുപാട് നടിമാരുടെ കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നമ്മൾ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നടിയെ ആക്രമിച്ച കേസിൽ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് പുള്ളിക്കാരിൻ്റെ കരിയറിൽ ഒരുപാട് ആൾക്കാർ, ഇപ്പം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നടിമാർ തന്നെ പുള്ളിക്കാരൻ്റെ കരിയറിനെ അടിച്ചമർത്തി എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വരുന്നത്. ഒരു 2 days മുന്നേ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് പുള്ളിക്കാരി തുറന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് കണ്ടുപോകാം. എന്തായാലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ല, അത് നാളെ കോടതിയുടെ എന്താണോ അത് തെളിയട്ടെ. എനിക്കിപ്പോൾ ആരോടും ഒരു വിരോധവുമില്ല. ഒരാളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിനകത്ത് യാതൊരു കള്ളത്തരം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയാം. തിളച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൈമുക്കി നീ സത്യം ചെയ്യാൻ പറഞ്ഞു, ഞാൻ കൈമുക്കി സത്യം ചെയ്യും. ബിക്കോസ് അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട്, അത്ര ഉറപ്പാണത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അത് ഈ ലോകത്ത് തെളിയിക്കപ്പെട്ട സത്യങ്ങളൊന്നും സത്യങ്ങളാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? സ്വന്തമായിട്ട് നിലപാടുള്ള വ്യക്തികളെ എപ്പോഴും സമൂഹം അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് സിനിമാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു വ്യക്തമായ ഉദാഹരണമാണ് നമ്മുടെ രഞ്ജു രഞ്ജൻമാർ എന്ന വ്യക്തി. പുള്ളിക്കാരി നല്ലൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാവന, മമത, അങ്ങനെ ഒരുപാട് നായികന്മാരുടെ കൂടെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് രഞ്ജു രഞ്ജൻമാറിനെ. അപ്പോൾ പുള്ളിക്കാരി നടിയെ ആക്രമിച്ച കേസിൽ പുള്ളിക്കാരി തുറന്നു പറയുന്നത്, ആ സംഭവം നടക്കുന്ന സമയത്ത് ഏത് നടിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആ നടിയെ ആക്രമിക്കുന്ന സമയത്ത് നടീൻ്റെ കാറ് പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രഞ്ജു രഞ്ജൻമാറിൻ്റെ കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഈ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ തുറന്നു പറഞ്ഞ സമയത്ത് പുള്ളിക്കാരനെ അടിച്ചമർത്തി, പിന്നെ കരിയറിൽ അടിച്ചമർത്താൻ നോക്കി, വർക്കിനൊന്നും വിളിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരു ലോങ് ഡ്യൂറേഷൻ സമയത്തേക്ക് പുള്ളിക്കാരിക്ക് വർക്കൊന്നും കിട്ടിയിട്ടില്ല. ഈവൻ ഫേമസ് ആയിട്ടുള്ള നടിമാർ പോലും പുള്ളിക്കാരനെ വർക്കിന് വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പം ഈ ഒരു മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം മേ ബി പുള്ളിക്കാരത്തേക്ക് വധഭീഷണി വരെ ഉണ്ടായേക്കാം എന്നാണ് രഞ്ജു രഞ്ജൻമാർ ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ സത്യത്തിനെതിരെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സമൂഹം എപ്പോഴും അടിച്ചമർത്താൻ നോക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇങ്ങനെയല്ലേ നമ്മുടെ സമൂഹം? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ